അപ്പോൾ ഇന്ന് നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ ട്രിക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നോക്കാം. അതായത് 56^32. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുന്നു നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 56^32. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആദ്യം എത്ര റൂട്ടാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ ആദ്യം നോക്കുക. എന്താണ് 2, ഇവിടെ സ്ക്വയർ റൂട്ട് അല്ലേ, ഇതൊരു സ്ക്വയർ റൂട്ട് 2, അടുത്തൊരു സ്ക്വയർ റൂട്ട് 2, അടുത്തൊരു സ്ക്വയർ റൂട്ട്, അടുത്തത്. അപ്പോൾ 2 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം എത്ര സ്ക്വയർ റൂട്ട് ഇവിടെ വന്നിട്ടുണ്ട്, റൂട്ട് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക ആദ്യം. അപ്പോൾ 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32. അതിനെ നമ്മൾ സ്ക്വയർ റൂട്ട് അല്ലേ, അപ്പോൾ 1/32 എന്ന് എഴുതുക. ഇതും ക്യാൻസൽ ചെയ്തു, നമ്മുടെ ആൻസർ 56 എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തത്? 2 × 2 × 2 × 2 × 2. ഇത് നമ്മൾ ചെയ്തത് അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് ഷോർട്ട് ട്രിക്കാണ്. മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ 56 എഴുതുന്നു, (32). ഇനി ഈ സ്ക്വയർ റൂട്ടിന് പകരം നമുക്ക് എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം. അതായത് nth റൂട്ട് ഓഫ് എ, ഇവിടെ എന്താണ് nth റൂട്ട് ഓഫ് എ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സ്ക്വയർ റൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ a⁻1/n. അപ്പം സ്ക്വയർ റൂട്ട് ആയാലും ക്യൂബ് റൂട്ട് ആയാലും 4th റൂട്ട് 5th റൂട്ട് ഏതായാലും nth റൂട്ട് ഓഫ് ഒരു എ എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പവറിൽ എഴുതുമ്പോൾ a⁻1/n എന്ന് നമുക്കിവിടെ എഴുതാൻ പറ്റും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് ഇവിടെ 56 എന്നുണ്ടെങ്കിൽ നമുക്ക് 56^1/2 എന്ന് എഴുതാം. ഇവിടെ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ടാണ് ഇവിടെ വേറെ ഒന്നും നമ്പേഴ്സ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ നോർമലി സ്ക്വയർ റൂട്ടിന് നമ്മൾ ഈ റൂട്ടിൻ്റെ സർട്ടിൻ്റെ സിമ്പൽ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ 56^1/2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഒരു 32 കൂടെ ഉണ്ട് പവറിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1/2 ഇട്ട് വെച്ചു. അപ്പോൾ ഈ ഒരു 1/2 ആണ് ഇവിടെ നമ്മൾ ഇട്ടത്. അടുത്ത 1/2, അപ്പോൾ ഇത് 1 നമ്മളിവിടെ എഴുതി. ദെൻ സെക്കൻഡ് 1/2 നമ്മൾ ഇവിടെ എഴുതി. ദെൻ തേർഡ് 1/2 ഞാനിവിടെ എഴുതി. ഫോർത്ത് ഇത് ഞാനിവിടെ എഴുതി 1/2. ദെൻ ഫിഫ്ത്ത് 1/2 കൂടി എഴുതി. അപ്പോൾ പവറിൻ്റെ എക്സ്പോണൻസിൻ്റെ റൂൾ അനുസരിച്ച് a⁻m × n = a⁻m × n. പവേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ½ × ½ × ½ × ½, ഇവിടെ ഒരു ഹാഫ്. അപ്പോൾ എത്ര? 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32. അപ്പോൾ 56^32 ഈ 32 എന്നുള്ള ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. 1/32 നമുക്ക് കിട്ടി. ഈ 32 ക്യാൻസൽ ചെയ്തു, നമുക്ക് ആൻസർ എത്ര കിട്ടി? 56 കിട്ടി. ഇതാണ് നമ്മുടെ അതിൻ്റെ എന്താണ് പിന്നിൽ ചെയ്യുന്ന മെത്തേഡ്. ഇതാണ് നമുക്ക് ഷോർട്ട് കട്ടിൽ എന്താണ് എത്ര സ്ക്വയർ റൂട്ട് ഉണ്ടോ അതിനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. 2 4 8 16 32. അപ്പോൾ (1/32). ഇവിടെ 32 ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റും. ഈസി അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ട്രിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.